everyone, welcome to Salam Learning. Anita Miss ആണ്. സോ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കുട്ടി വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ എ ക്ലിനിക്കൽ തെർമോമീറ്റർ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോയിലിംഗ് വാട്ടർ ഓർ ഫോർ മെഷറിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ഐസ്? അതായത് ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോയിലിംഗ് വാട്ടറിന്റെയും ഐസിന്റെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി ബോയിലിംഗ് വാട്ടറിന്റെ അത് എത്രയായിരിക്കും? അത് 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ ഈ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഐസിൻ്റെതാണെങ്കിലോ 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. അതും നമ്മുടെ ഈ ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ റേഞ്ചിൽ ഉൾപ്പെടുന്നതല്ല. അപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ ഐസിന്റെയും അതുപോലെ തന്നെ ബോയിലിംഗ് വാട്ടറിന്റെയും ടെമ്പറേച്ചർ നമുക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് വായിച്ചു നോക്കാം. എ ക്ലിനിക്കൽ തെർമോമീറ്റർ ഹാസ് എ റേഞ്ച് ഓഫ് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഓഫ് എ ബോയിലിംഗ് water is 100 degrees Celsius and this is beyond the range of clinical thermometer. Also the temperature of ice is 0 degrees Celsius or below and is beyond the range of clinical thermometer. Therefore, a clinical thermometer cannot be used for measuring the temperature of a boiling water and ice. ഓക്കെ, ഇനി നമ്മൾ ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 4 students used a laboratory thermometer to measure the temperature of water as shown in the figure. Who do you think followed the correct way of measuring temperature? അതായത് നിങ്ങൾക്ക് ഇവിടെ 4 സ്റ്റുഡൻസ് നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഏത് സ്റ്റുഡൻ്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ കുട്ടീനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു കുട്ടി ലബോറട്ടറി തെർമോമീറ്റർ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് നേരെ വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. അതുകൊണ്ട് ഈ കുട്ടിയല്ല. ഇനി രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ബൾബ് എന്ന് പറയുന്ന റീജിയൻ ആ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിട്ടുണ്ട്. സൈഡിലൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്കത് ആകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കണം. നമ്മുടെ സ്റ്റുഡൻറ് 3 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ അടിഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതും അല്ല. ഇനി അടുത്ത സ്റ്റുഡൻറ് എന്ന് പറയുന്നത് സൈഡിൽ നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതും അല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതായിരിക്കൂടാ? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മുടെ സ്റ്റുഡൻറ് 2 ആണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഗ്ലാസ് ട്യൂബ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബൾബുള്ള റീജിയന് ആ ഒരു നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത്, ആ സൊല്യൂഷൻ എടുക്കുന്ന ആ കണ്ടെയ്നറിന്റെ ഒരു സൈഡിലും നമ്മൾ എന്ത് ചെയ്യരുത്? ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതേസമയം ബൾബ് എന്ന് പറയുന്ന ആ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിരിക്കുകയും വേണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയെന്നാണ്. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ലാബിലുള്ള അല്ലെങ്കിൽ ലാബിലുള്ള വസ്തുക്കളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. ടു മെഷർ ദ ടെമ്പറേച്ചർ ഇൻ ലബോറട്ടറി. അടുത്തത് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 to 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ. ലബോറട്ടറിയിലാണെങ്കിൽ -10 ഡിഗ്രി സെൽഷ്യസ് ടു -10 to 110 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി അടുത്തത് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കിൻഗ് ഉണ്ട്, അതേസമയം ലബോറട്ടറി തെർമോമീറ്ററിൽ കിൻഗ് ഇല്ല. ഈ കിൻഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം അതിന്റെ ആ ഒരു ബൾബിന്റെ ഉള്ളിലുള്ള മെർക്കുറിന്റെ ആ ഒരു ഉയർച്ച നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിലൊക്കെ അത് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ വെക്കണം. അതായത് നമ്മളിപ്പോൾ ബോഡി ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ബോഡിയുമായിട്ട് കോൺടാക്റ്റിലായിരിക്കും വെക്കുന്നത്. പിന്നീടാണ് നമ്മളത് അവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ ഐ കോൺടാക്റ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായും ആ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ ഒരു ഭാഗം താഴോട്ട് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ താഴോട്ടുള്ള ഒരു ബാക്ക് ഫ്ലോയ്ക്ക് ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കിൻഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്തത്. അത് ലബോറട്ടറി തെർമോമീറ്റർ ഇല്ല എന്ന് മക്കള് നോട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഇതുപോലെ തന്നെയുള്ള കുട്ടി കുട്ടി ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.